2 സീറ്റുകൾ സ്വന്തം കുടുംബത്തിലേക്ക് ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേരള കോൺഗ്രസ് എമ്മിൽ ജോസ് കെ മാണിയുടെ തന്ത്രപരമായ നീക്കം. പാലാ നിയോജക മണ്ഡലത്തിൽ ഭാര്യ നിഷ ജോസ് കെ മാണിയെ കളത്തിലിറക്കി കടുത്തുരുത്തിയിൽ താൻ മത്സരിക്കുക എന്ന വലിയൊരു മാസ്റ്റർ പ്ലാനാണ് KM മാണിയുടെ വീട്ടിൽ ഇപ്പോൾ ഒരുങ്ങുന്നത്. എന്നാൽ പാർട്ടി ചെയർമാന്റെ ഈ രഹസ്യ നീക്കം തിരിച്ചറിഞ്ഞ മന്ത്രി റോഷി അഗസ്റ്റിന്റെ വെട്ടിനിരത്തൽ ശ്രമങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൽ വലിയ ആഭ്യന്തര കലാപത്തിലേക്കാണ് വഴി തുറക്കുന്നത്. ജോസിന്റെ പുതിയ നീക്കത്തോടെ പാർട്ടിയിൽ റോഷി അഗസ്റ്റിൻ പൂർണ്ണമായും അപ്രസക്തനാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാകുന്നത്. നിഷയെ പാലായിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം മണത്തറിഞ്ഞാണ് പാലായിൽ പാർട്ടി ചെയർമാൻ തന്നെ മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതെന്നാണ് പാർട്ടിയിലെ അടക്കം പറച്ചിൽ. അടുത്തിടെ നടന്ന പത്രസമ്മേളനത്തിൽ ജോസ് കെ മാണി സംസാരിക്കുന്നതിനിടെ മൈക്ക് പിടിച്ചു വാങ്ങി പാലായിൽ ജോസ് മത്സരിക്കുമെന്ന് റോഷി പറഞ്ഞത് ഇതിന്റെ ഭാഗമായാണ്. തൊട്ടടുത്ത ദിവസവും റോഷി ഇത് ആവർത്തിച്ചെങ്കിലും ആര് മത്സരിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് ജോസ് വ്യക്തമാക്കിയതോടെ ഇരുവരും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തുവന്നു. രാജ്യസഭയിൽ അടുത്ത വർഷം ഡിസംബർ വരെ കാലാവധി ബാക്കിയുള്ള ജോസ് കെ മാണി പാലായിൽ വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിരാതെ ആ സീറ്റ് ഭാര്യയ്ക്ക് നൽകാനും താൻ കൂടുതൽ സുരക്ഷിതമായ കടുത്തുരുത്തിയിലേക്ക് മാറാനുമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ നീക്കത്തെ റോഷി അഗസ്റ്റിൻ വിഭാഗം കടുത്ത ആശങ്കയോടെയാണ് കാണുന്നത്. നിഷ പാലായിൽ മത്സരിച്ച് വിജയിക്കുകയും ഇടതുമുന്നണി വീണ്ടും ഭരണത്തിലെത്തുകയും ചെയ്താൽ ഇടുക്കിയിൽ വിജയിച്ചാൽ പോലും തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കില്ലെന്ന് റോഷി ഭയക്കുന്നു. ജോസ് കെ മാണി രാജ്യസഭാംഗമായി തുടരുകയോ കടുത്തുരുത്തിയിൽ ജയിക്കുകയോ ചെയ്യുകയും നിഷ പാലായിൽ MLA ആകുകയും ചെയ്താൽ പാർട്ടിയിൽ തന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് റോഷി വിഭാഗത്തിന്റെ വിലയിരുത്തൽ. സിറ്റിംഗ് MLA മാണി C കാപ്പന് പുറമെ ഷോൺ ജോർജ് NDA സ്ഥാനാർത്ഥിയായി വരുന്ന പാലായിൽ നിഷ മത്സരിക്കുന്നത് വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധം തീർക്കുകയാണ് അവർ. മറുവശത്ത് യാതൊരു എതിർപ്പുകളെയും വകവയ്ക്കാതെ നിഷ ജോസ് കെ മാണി പാലായിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ്. പുലിയന്നൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്തതും ഗാനമേളയിൽ പെൺകുട്ടികളോടൊപ്പം നൃത്തം ചെയ്തതിന്റെ വീഡിയോ വൈറലായതും ഇതിന്റെ ഭാഗമായിരുന്നു. മണ്ഡലത്തിലെ ചെറുതും വലുതുമായ എല്ലാ പരിപാടികളിലും നിറഞ്ഞു നിൽക്കുന്ന നിഷയുടെ നീക്കങ്ങൾ നിയമസഭയിലേക്കുള്ള കൃത്യമായ തയ്യാറെടുപ്പാണ്. നിലവിൽ പാലാ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സണും വൈസ് പേഴ്സണും വനിതകളായതിനാൽ നിയമസഭാ മണ്ഡലത്തിലും വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന പ്രചരണം ജോസ് കെ മാണി വിഭാഗം ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. UDFിലേക്ക് തിരിച്ചു പോകാനുള്ള ജോസ് കെ മാണിയുടെ ശ്രമങ്ങൾക്ക് തടയിട്ടത് റോഷി അഗസ്റ്റിന്റെ ശക്തമായ നിലപാടായിരുന്നുവെന്ന് അടുത്തിടെ പുറത്തുവന്ന CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖയിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് ഭാര്യയെയും കൂട്ടി 2 സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള ജോസിന്റെ ഇപ്പോഴത്തെ പടയൊരുക്കം. നിഷയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ CPMന്റെ നിലപാട് നിർണായകമാകും. എന്തായാലും നിഷയുടെ പേരിൽ ജോസും റോഷിയും തമ്മിലുള്ള പോര് മുറുകിയാൽ അത് കേരള കോൺഗ്രസ് എമ്മിനെ വീണ്ടും ഒരു പിളർപ്പിലേക്ക് നയിച്ചാലും അത്ഭുതപ്പെടാനില്ല.